ചെമ്പരത്തി സീരിയൽ എൻ്റെ പൊന്നെ അടിപൊളി ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു സീരിയലാണ്. പുരാതന കാലത്തെ ദേവിയുടെ മണിമാല, അതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം, അതിൻ്റെ പിന്നിലൊരു കഥ, അതിനെ അപഹരിക്കാൻ വരുന്ന ആൾക്കാർ, ഒരു വീട്ടിലെ അമ്മയുടെ മക്കൾ, സരോഗസി വഴി പിറന്ന അമ്മയുടെ മക്കൾ. അമ്മ വേറെയാണ്, പക്ഷെ അമ്മയ്ക്കറിയില്ല. മൊത്തം ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടൻ ഭീകര ട്വിസ്റ്റ് ആണ്. എവിടെ തൊടുന്നു അവിടെ മൊത്തം ട്വിസ്റ്റ് ആണ്. ഇത് പണ്ടത്തെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ഒക്കെ ഒരു കഥയും അതോടൊപ്പം തന്നെ ന്യൂ ജനറേഷന്റെ ഒരു കഥയും മൊത്തത്തിൽ മിക്സ് ചെയ്ത ഒരു റീമേക്ക് സീരിയൽ ആണെങ്കിൽ പോലും എന്ത് സൂപ്പർ ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അത്രയും അടിപൊളിയാണ്. ശരിക്കും ആ സീരിയൽ കാണുമ്പോൾ ഒരു മൂവി കാണുന്ന ഫീലാണ്. ആ സ്കെയിലിലാണ് ആ സീരിയൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ ഓരോ സീൻസും കാണുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറില്ലേ മലയാളം സീരിയൽസ് എന്തുകൊണ്ടാണ് കാണാത്തത്, എന്താണ് മലയാളം സീരിയൽസിനൊക്കെ പ്രശ്നമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മായി മരുമകൾ, പക്ഷേ ഇതൊക്കെ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു സ്ഥിരം ക്ലീഷേ പരിപാടികളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്വിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ പ്ലോട്ട്, മൊത്തത്തിൽ ആകെ മൊത്തം ചേഞ്ച് ആയിട്ടുള്ള ഒരു ഹിന്ദി സീരിയലിൻ്റെ ഒരു ടച്ച് നമുക്ക് കിട്ടുന്ന സാധനമാണ് സീ കേരളത്തിലെ ചെമ്പരത്തി എന്ന് പറയുന്ന സീരിയൽ. ചെമ്പരത്തി സീസൺ 2 1 ഇനി യാതൊരു വിധ ബന്ധവുമില്ല. ഇത് പുതിയ കഥ, പുതിയ കഥാപാത്രങ്ങൾ, പുതിയ ആൾക്കാർ, മൊത്തത്തിൽ പുതിയതാണ്. അപ്പോൾ ഈ സീരിയലിന്റെ ഒത്തിരി ട്വിസ്റ്റുകളുണ്ട്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു മൂവി കാണുന്ന ഫീലാണ്. അന്തമാതിരി അളവിലാണ് ഈ സീരിയൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല സൂപ്പർ സംഭവമാണ്. ഈ സീരിയലിലെ കുറേ ട്വിസ്റ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ കുറേ കഥാപാത്രങ്ങളൊക്കെ അതിനകത്ത് ജീവിക്കുകയാണ് പറഞ്ഞാൽ അമ്മാതിരി ആക്ടിങ്, ഇതിന്റെ BGMs, ബാക്ക്ഗ്രൗണ്ടിൽ അവർ പ്ലേ ചെയ്യുന്ന സോങ്ങുകൾ ഒക്കെ ഒരു മൂവി നമ്മൾ കണ്ടിട്ട് റിവ്യൂ പറയുന്ന പോലെ എനിക്ക് പറയാൻ തോന്നിയ ഒരു സീരിയലാണ്. അത്ര അടിപൊളി, ശരിക്കും അത്ര അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു സീ കേരളത്തിൽ ഇതിനൊരു 2.17 പോയിന്റ് എന്തോ ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിലൊക്കെയാണ് ഈ സീരിയൽ വന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു 15-20 പോയിന്റ് അടിച്ച് പോയേനെ. അത്ര അടിപൊളി സീരിയലാണ്. ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതോടൊപ്പം തന്നെ ഇന്ന് മുതൽ ഇതിന്റെ എപ്പിസോഡ് റിവ്യൂലോട്ട് നമുക്ക് പോകാം കേട്ടോ. ഈ സീ കേരളത്തിന്റെ വേറെ ഒരു ചാനലിൻ്റെതും ഞാൻ നിലവിൽ ഇപ്പൊ റിവ്യൂ സീരിയലിൻ്റെ എടുത്ത് ചെയ്യുന്നില്ല. പക്ഷേ ഈ ചെമ്പരത്തിയുള്ളത് ഞാൻ ഇന്ന് ഒരു റിവ്യൂ എനിക്ക് സമയം കിട്ടുന്ന പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ചെമ്പരത്തി സീരിയലിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. എൻ്റെ FB ഇൻസ്റ്റയും ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഹൈപ്പും ചെയ്യണം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ചാമന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരിയലുണ്ട് തെലുഗുവിൽ. അതിൻ്റെ റീമേക്ക് വെർഷനാണ് ഈ ചെമ്പരത്തി 2. അത് ഏതാണ്ട് 395 എപ്പിസോഡായി. 2025 ജനുവരി 1 തുടങ്ങിയ സീരിയലാണ്. ഇപ്പോൾ ഒരു വർഷം 4 മാസമായി ആ സീരിയൽ തുടങ്ങിയിട്ട്. ഇതിനെയാണ് അവർ ചെമ്പരത്തി 2 ആക്കി മലയാളത്തിൽ റീമേക്ക് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ 125 എപ്പിസോഡ് ആയതേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ നവംബറിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കത് കാണുമ്പോൾ ചെറിയ നമ്മുടെ ഏഷ്യാനെറ്റിലെ ടെലികാസ്റ്റ് ചെയ്യുന്ന സീതാ കല്യാണത്തിൻ്റെ ചെറിയ ഒരു ടച്ച് വരും. കാരണം സെയിം അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള രൂപശ്രീ തന്നെയാണ് ഇതിനകത്തെ ആക്ട്രസ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമുക്കങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യും. പക്ഷെ അത് കാര്യമാക്കണ്ട, കാരണം ആ ലെവലേ അല്ല ഈ സാധനം. ഇതിനകത്ത് ട്വിസ്റ്റുകളിലോട്ട് നമുക്ക് വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ട്വിസ്റ്റ് ഉണ്ട്. ഒത്തിരി ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പുരാതനമായ ഒരു മണിമാലയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഈ മണിമാലയുടെ പുറകിൽ തന്നെ ഒരു വലിയ ഇപ്പം ഇവരിടക്കിടയ്ക്ക് കട്ടായിട്ട് അവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ഇച്ചിരി കാണിക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടുള്ള കഥ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. എന്താണ് ഇതിനകത്തുണ്ടായിരുന്ന ഒരു ട്വിസ്റ്റ് എന്നുള്ള കാര്യം ഈ സീരിയൽ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ മണിമാലയുടെ വലിയൊരു കഥ കാണും. കാരണം അത് കുറച്ച് നമുക്ക് കാണുമ്പം ഫാൻറ്റസി സാധനമായിട്ടാണ് പോകുന്നത്. ഈ സീരിയലിൻ്റെ കുറച്ച് പാർട്ട് ഫാൻറ്റസി സാധനമായിട്ട് പോകും. ഈ മണിമാല ഇരിക്കുന്നവർ അത്രയും സമ്പന്നരാകും, അവർക്ക് അത്രയും നല്ല കാര്യങ്ങൾ വരും. നമ്മുടെ നാഗമാണിക്യം പോലത്തെയൊക്കെ കൺസെപ്റ്റാണ്. അടുത്ത് ഇതിനകത്തെ അമ്മായിയുടെ റോൾ അല്ലെങ്കിൽ മെയിൻ കോടീശ്വരിയായ രമാദേവി. ഈ രമാദേവിക്ക് ഒരു പാസ്റ്റ് ഇവർ ഈ കൊട്ടാരത്തിൽ അടിച്ചുകളിക്കാരിയായിട്ടുള്ള ഒരാളായിരുന്നു. അത് മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല ആ കഥ. ചെറിയ കട്ടായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. എങ്ങനെയാണ് അവരവിടെ സർവൈവ് ചെയ്തത്, അവിടെ ആ പിച്ചക്കാരിയിൽ നിന്ന് എങ്ങനെ ഇവർ പണക്കാരിയായിട്ട് ഇന്ന് കാണുന്ന കോടീശ്വരിയായിട്ട് മാറി എന്നുള്ളതിന് കംപ്ലീറ്റ് റീസൺ വന്നിട്ടില്ല. ഇതുവരെയും അതിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ഇതുവരെ ഈ 125 എപ്പിസോഡ് ഇടയ്ക്കും കുറച്ച് വീതം കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നത് വെച്ച് തന്നെ വേറെ ലെവലാണ്. നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഇവർ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് ഇവിടെ വരെ എത്തി എന്നുള്ളത് കാണിച്ചിട്ടില്ല. അപ്പം അതും ഈ വരാൻ കിടക്കുവാണ് ഇതിൽ. ഇനി ഇതിനകത്ത് ചന്ദ്രാമ്മയെ അറിയായിരിക്കും. ആ വീട്ടിലെ വേലക്കാരിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ചന്ദ്രാമ്മയെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ചന്ദ്രാമ്മയുടെ പിന്നിൽ ചന്ദ്രാമ്മയ്ക്കും ഈ അവിടെ ഉള്ള ജയദേവൻ, അതായത് ഈ പറയുന്ന നമ്മുടെ രമാദേവിയുടെ ഭർത്താവുമായിട്ടുള്ള എന്തോ ഒരു ഇഷ്ടവും കാര്യങ്ങളും അവരുടെ ഒരു പ്രണയമുണ്ട്. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സാധനം കിടന്ന് കറങ്ങുന്നുണ്ട്. കുറേ പേർക്കൊക്കെ ഇവരുടെ ഇടയിൽ പ്രണയമായിരുന്നു. ഇത് രമാദേവി തട്ടിയെടുത്ത് കെട്ടിയിട്ട് ഇവരെ വേലക്കാരിയായിട്ട് വീട്ടിൽ നിർത്തിയിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും അത് മാത്രമല്ല, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്.
ഇനി ഇത് കാണുമ്പം നമുക്ക് കുറേ സാധനങ്ങൾ അവർ ഇങ്ങോട്ട് തന്നെ ഇട്ട് തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇവരുടെ മക്കൾ, രമാദേവിക്ക് 2 മക്കളുണ്ട്, അർജുനും മഹിയുണ്ട്. ഇതിനകത്തും ട്വിസ്റ്റ് ആണ്. ഇത് രമാദേവിയുടെ മക്കളാണെന്ന് തോന്നുന്നില്ല, കാരണം എപ്പിസോഡ് 1 തന്നെ ഇതിനകത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എന്താ, വേദന അറിഞ്ഞ് പ്രസവിച്ചാലല്ലേ അമ്മയാവുള്ളൂ, അങ്ങനെ ഒരു ഡയലോഗ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ ഡയലോഗ്സാണ് നമുക്ക് ഇതിനകത്ത് ഭയങ്കര ത്രില്ലിംഗ് തരുന്ന സാധനം. അപ്പൊ ഇത് നമുക്ക് ഈ സ്റ്റോറി കാണുന്നവർക്ക് മനസ്സിലാവുന്നത് ഈ മഹി ആയിക്കോട്ടെ അർജുൻ ആയിക്കോട്ടെ ഇത് രണ്ടും ആ വീട്ടിൽ നിൽക്കുന്ന ചന്ദ്രാമ, അതായത് ചന്ദ്രലേഖയുടെ മക്കളാണ്. ഈ കല്യാണം കഴിച്ചിരിക്കുന്ന ജയദേവനും അതുപോലെ തന്നെ എന്താ പറയാ രമാദേവിക്കും കൂടെ മക്കളില്ലാതാവുമ്പോഴത്തേക്കും രമാദേവിക്ക് എന്തോ ഒരു പ്രോബ്ലം കാരണം സരോഗസി എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴി എന്താ ചന്ദ്രാമയായിരിക്കും മിക്കവാറും ഈ പിള്ളേരെ പ്രസവിച്ച് കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പണ്ട് എന്തൊക്കെയോ മുദ്രപത്രമൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഇവർക്കൊന്നും മിണ്ടാനും പറ്റത്തില്ല, ഈ വീട്ടിൽ വേലക്കാരിയായിട്ട് നിൽക്കുക, അങ്ങനെ എന്തോ ഒരു കഥയാണ്. അങ്ങനെ ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അതിങ്ങനെ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് നെക്സ്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതിനകത്ത് നായിക കല്യാണിയുടെ അമ്മ സീത, അവരുടെ സൗണ്ടും ഇതിനകത്ത് അവരൊരു ഊമയായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ സൗണ്ട് പോയതിന്റെ പിറകിലും ഒരു കഥ ഉണ്ടെന്നാണ് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഈ പറയുന്ന രമാദേവിയുടെ സഹോദരനായിട്ടുള്ള ഭദ്രനും കൂടി വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കൊന്നിട്ടുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കൊന്നതാണ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഈ നായികയുടെ അച്ഛൻ അതിന്റെ ഇതൊക്കെ ആയിട്ട് കുറെ ക്ലാഷൊക്കെ ഇതിനകത്തുണ്ട്, നിങ്ങൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ രമാദേവി കൂടെ നിർത്തിയിരിക്കുന്ന ഒരു ശിങ്കിടിയുണ്ട്, ഒരു ഗുണ്ട. ഈ ഗുണ്ടയുടെ അച്ഛനെ കൊന്നത് തന്നെ രമയാണ്, പക്ഷെ ഈ ഗുണ്ടയ്ക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ കുറേ ട്വിസ്റ്റുകൾ നമ്മുടെ ഗുരുവായൂരമ്പലം നടയിൽ സിനിമയില്ല, അതായത് ഇവിടെ നിന്നൊരു പ്രശ്നം, ഇവിടെ നിന്നിങ്ങനെ എല്ലായിടത്തും കൂടെ ഉള്ള അവസാനം വന്ന് കൂട്ടിമുട്ടുന്ന പോലെയാണ് ഈ സീരിയലിൽ നടക്കുന്നത്. വേറെ ലെവലാണ്. നിങ്ങൾ ഈ സീരിയൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഈ ഒരു രീതിയിലുള്ള പ്രൊമോഷനോ അല്ലാതെ നിങ്ങളിത് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടത്തെ ചന്ദനമഴയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അതിലെ ആൾക്കാർ ഇതിനകത്ത് 1-2 പേരുണ്ട്. നമ്മുടെ ബിഗ് ബോസിലെ റനീഷ, പിന്നെ രൂപശ്രീ, പിന്നെ നമ്മുടെ ഇപ്പം അതിനകത്തുള്ള ആക്ടറും ആക്ട്രസും ഒക്കെ പുതിയ ആൾക്കാരാണ്. സുബീറാണ് അതിലെ നടൻ. പിന്നെ അങ്ങനെ നല്ല രസമുണ്ട് ആ സ്റ്റോറി കാണാനായിട്ട്. എൻ്റെ ഡിഫറെൻറ്റ് തീമാണ്. ഞാൻ ഇതുവരെ കണ്ട മലയാളം സീരിയൽസിൽ നിന്നും ഭയങ്കര ഡിഫറെൻറ്റ് തീമാണ് ഇത്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തെലുഗുലെ ചാമന്തിയുടെ, ഞാൻ പറഞ്ഞല്ലോ മലയാളം റീമേക്ക് ആണെങ്കിലും ചാമന്തിയുടെ പ്ലോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും കഥ അതേപടി അവർ പിടിച്ചിട്ടില്ല. എന്താ ടച്ച് ചെയ്ത് പോകുന്ന സെയിം സിറ്റുവേഷൻസിലാണ്, പക്ഷെ കഥാഗതികളിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ആ സീരിയലിനെ കുറിച്ച് പറയാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ഇതൊരു യാതൊരു രീതിയിലുള്ള ഒരു പ്രൊമോഷനുമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഈ സീരിയൽ മാത്രമാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് കോംബോസ്, അർജുൻ ഐശ്വര്യ ലക്ഷ്മി കോംബോ, 2 സഹോദരിമാർ, 2 എൻ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടർ. ഒരാൾക്ക് പണക്കാരിയാവാൻ വേണ്ടി സ്വന്തം അമ്മയും അച്ഛനെയും സഹോദരിയും ഇവരെ തള്ളിപ്പറയുന്ന, അവരുടെ കരണത്ത് പോലും അടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മകൾ, മറ്റവൾ നാട്ടിൻ പുറത്തുകാരിയായ ഒരു കുലസ്ത്രീയായ അങ്ങനത്തെ ഒരു രീതി. ഇതിനകത്ത് കോംബോസ്, കോസ്റ്റ്യൂംസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ സ്റ്റോറി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റിലോട്ട് നമുക്ക് വരാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് മാത്രമേ ഇത് കേട്ടാൽ മനസ്സിലാവുള്ളൂ ഇനി പറയുന്ന കാര്യം. നമ്മുടെ ചിന്നു കല്യാണി സംഭവം അറിഞ്ഞിരിക്കുകയാണ്. അതായത് ഭദ്രനും ഈ പറയുന്ന ഭദ്രനും നമ്മുടെ രമാദേവിയും കൂടെ ശിവദാസനെ കൊല്ലാനായിട്ട് പ്ലാൻ ഇടുന്ന കാര്യം ആരറിഞ്ഞു? ചിന്നു അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചിന്നുവിന് ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. ഈ ഭദ്രനും അതുപോലെ തന്നെ രമാദേവിയാണ് പണ്ട് ഇതുപോലെ അടിച്ചു തളിക്കാരിയായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നതെന്നും ശിവദാസൻ മോളെടുത്ത് പറഞ്ഞ കാര്യം ഇവർക്ക് പറയാൻ പറ്റത്തില്ല. ചിന്നുവിനെ മഹിയുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ മഹിക്ക് വേറെ കുറച്ച് കാര്യം മാത്രമല്ലേ അറിയാം. അപ്പം അച്ഛന് ജയിലിൽ വെച്ച് എന്തൊക്കെയോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നൊക്കെ പറഞ്ഞ് മഹിയുടെ അടുത്ത് നൈസായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ, വേറെ യാതൊരു രീതിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കള്ള് കുടിച്ച് വീട്ടിൽ കയറി വന്ന് തർക്കം ഉണ്ടാക്കാൻ വരുന്ന അർജുനും ഐശ്വര്യയും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ അറിയായിരിക്കും, നാളെ പൊടി പൂരമായിരിക്കും കള്ളും കുടിച്ച് വീട്ടിൽ കയറി വന്നത്. അതിനകത്ത് അവരുടെ ഫൈറ്റും വേറെ രസമാണ്. കോമഡി ക്യാരക്ടേഴ്സ് ഉണ്ട്. ഭദ്രനും നീലിമയും അൻസൂയയും കൂടി അവിടെ കിടന്ന് കാണിക്കുന്ന ആ ഒരു ഭദ്രൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ ഡയലോഗുകളുണ്ട്. എൻ്റെ പൊന്നെ ചിരിച്ചു ചാവും ഭദ്രൻ്റെ ഡയലോഗൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. പിന്നെ ഇന്ന് കഥയിൽ എക്സ്ട്രാ ആയിട്ടുണ്ടായ ഒരു സാധനം, നമ്മുടെ ചിന്നുവും അതുപോലെ തന്നെ മഹിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സാധനം ആരടുത്ത്, നമ്മുടെ എന്തായിരുന്നു പേര്, സൂസൻ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യം ഒരു ഹെൽമെറ്റ് വെച്ച ഒരാൾ കാണുന്നുണ്ട്. അതിനിപ്പോൾ രമാദേവിയുടെ ആളാണോ അതോ പിന്നെ നമ്മുടെ നരേന്ദ്രൻ്റെ ആളാണോ എന്ന് അറിയത്തില്ല. അതിന് കണ്ടു തന്നെ അറിയണം. ഇവരുടെ 2 പേരുടെയെങ്കിലും ആരെങ്കിലും ആളായിരിക്കും. പിന്നെ കള്ളുടിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഐശ്വര്യ ആര് കാണുന്നുണ്ട്? ശിവദാസൻ്റെ പഴയ കൂട്ടുകാരൻ കണ്ടിട്ട് ചോദിക്കുമ്പോൾ ഐശ്വര്യ തട്ടി കയറുന്നുണ്ട്. അവിടെ ഒരു ഞാനായ ഭർത്താവായിട്ട് ആരിപ്പുണ്ട്? അർജുന് മനസ്സിലാവും ഇവൾ അനാഥയൊന്നും അല്ല, ഇവർക്ക് തള്ളയും തന്തയൊക്കെ ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയാം.
എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ കറക്റ്റ് റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. ചെമ്പരത്തി എത്ര പേര് കാണുന്നു എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ചെമ്പരത്തിയെ പറ്റിയുള്ള ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.